ഇന്ന് പറയാൻ പോകുന്നത് ഇഡ്ഡലിക്ക് എങ്ങനെ. നേരത്തെ കാണിച്ച ഗ്ലാസ്സിലെ ആ ഗ്ലാസ് കൊണ്ട് നമ്മൾ 4 ഗ്ലാസ് അരിപ്പൊടി, പച്ചരി പൊടിച്ച് വറുത്ത പൊടിയാണ് കേട്ടോ അതിൽ എടുക്കുന്നത് ഇഡ്ഡലിക്ക്. ആ ഇഡ്ഡലിക്ക് നമ്മൾ എന്താ ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഉഴുന്ന് മാവ് കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ ഒഴിക്കുക. ഉഴുന്ന് മാവ് അങ്ങനെ മൊത്തം ഇങ്ങനെ ഒഴിച്ചാലും കുഴപ്പമില്ല, മൊത്തം ഇങ്ങനെ ഒഴിക്കുക കേട്ടോ. മൊത്തം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം അങ്ങനെ ഒഴിക്കുക, കുറച്ച് വെള്ളം അങ്ങനെ കുറേശ്ശെ വെള്ളം ഇങ്ങനെ ഒഴിക്കണം കേട്ടോ. അങ്ങനെ കലക്കണം. കുറേശ്ശെ നമ്മൾ അതിങ്ങനെ കുഴച്ചെടുക്കണം. കുറേശ്ശെ വെള്ളം ഇങ്ങനെ ഒഴിക്കുക കേട്ടോ. കുറേശ്ശെ ഒഴിക്കുക. നമ്മളതിങ്ങനെ കുഴച്ച് അതെ കുഴച്ച് എടുക്കണം. ഈ പരുവം കേട്ടോ ആവുന്നത് നമ്മൾ ഒരിക്കലും മിക്സിയിലിട്ട് അടിക്കരുത്. മിക്സിയിലിട്ട് അടിച്ചാൽ ഈ പരുവത്തിൽ ഇങ്ങനെ കിട്ടില്ല. കണ്ട ഈ പരുവത്തിൽ കിട്ടണം ഇഡ്ഡലിക്ക്. പിന്നെ ദോശയ്ക്ക് വേണമെങ്കിൽ ഇതിൽ ഇത്തിരി വേണമെങ്കിൽ നമുക്ക് വെള്ളം കൂട്ടാം. നാളെ ആകുമ്പോഴേക്കും ഇത് നല്ല 10-12 മണിക്കൂർ ഇങ്ങനെ വെക്കുക. കണ്ട ഞാൻ പരമാവധി കയ്യിലുകൊണ്ട് ഞാൻ ഇളക്കി മിക്സിയിലെടുക്കുമ്പം ശരിക്കുള്ള ഇഡ്ഡലിൻ്റെ പരുവം കിട്ടില്ല നമുക്ക്. പച്ചരി പൊടിച്ച് നമ്മൾ വറുക്കുക. എന്നിട്ട് വറുത്ത് മേടിക്കില്ല നമ്മൾ, അങ്ങനെ അത് ആണ് ഇതിൽ കൂട്ടി വയ്ക്കണം. 10-12 മണിക്കൂർ കഴിയുമ്പോൾ ഇത് ശരിക്കും നല്ല പരുവാവും. എന്നിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാം, സുഖമായിട്ട് ഉണ്ടാക്കാം. എന്താണ്